ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കാരാപ്പുഴ ഡാമിലാണ്. അതായത് മനസ്സിലായല്ലോ അല്ലേ, ട്രിപ്പ് പാർട്ട് 2 ആണ്. അപ്പോൾ കാരാപ്പുഴ ഡാമിലെത്തിയതും ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഈ ഒരു റൈഡായിരുന്നു. ആദ്യം തന്നെ അതിൽ വലിഞ്ഞ് കയറുകയും ചെയ്തു. ഇതിൽ ഒറ്റയായിട്ടും സിംഗിളായിട്ടും ഒന്നല്ല, സോറി സിംഗിളായിട്ടും പോവാം, ഡബിളായിട്ടും പോവാം. ഞങ്ങൾ ഡബിളായിരുന്നു പോയത്, ഞാനും ദർശിനി, അതായത് മേമേൻ്റെ ഏട്ടൻ്റെ മോളാട്ടോ. പിന്നെ നല്ലൊരു സ്ഥലം കിട്ടിയാൽ എങ്ങനെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാതെ പോരുക. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ അപ്പനായതുകൊണ്ട് നല്ല അടിപൊളി കിഡിലെ ഫോട്ടോസ് കിട്ടുകയും ചെയ്തു കേട്ടോ. എടുത്തതിൽ കുറച്ച് ഫോട്ടോസാണ് അതൊക്കെ. പിന്നെ നമുക്ക് രാത്രിയാകുമ്പോൾ വീട്ടിലെത്തണം, അതായത് 1 ഡേ ട്രിപ്പല്ലേ, നമുക്ക് വേഗം വീട്ടിലെത്തണം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി മഴയും കിട്ടി കേട്ടോ. നമ്മൾ പോയത് എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു. രാവിലെ ആ ഒരു കോടയും വെയിലും കൂടെ ഒരുമിച്ചുള്ള ഒരു ക്ലൈമറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുമല്ല വെയിലുമല്ല, അങ്ങനത്തെ ഒരു കോംബോ. പിന്നെ നമുക്ക് ചുരം ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി മഴയും. നമുക്ക് എന്തായാലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ആ മഴയത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഡാൻസ് മൂഡ് അങ്ങ് ഓണായി. ഞങ്ങളെല്ലാവരും കളിക്കാൻ തുടങ്ങി. വലിയ ആൾക്കാരൊന്നും ഇറങ്ങിയില്ലായിരുന്നു, അവരൊക്കെ ഇറങ്ങാറ് നിന്ന് അവസാനം വീട്ടിലെത്തി. ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് കുറേ നേരം കളിച്ചു കേട്ടോ. പിന്നെ എനിക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെയാണ്, അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി. ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ഇട്ടത് കുറേ ദിവസം മുന്നാണ്. ഇത് ഇപ്പോഴാണ് ഇനിയിപ്പം പാർട്ട് 2 ഇടുന്നത്. അപ്പോൾ കുറേ ദിവസമായി ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് പനിയും ജലദോഷമൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് സൗണ്ടൊക്കെ എന്തോ മരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യാട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഫുൾ വൈബ് തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും കയറി, വീണ്ടും ഡാൻസ് ആയിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടൈം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ചുരം ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തോന്നുന്നത് ഈ ഡാൻസും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചുരം ഇറങ്ങിയത് തൊട്ട് വീട് വരെ ഞങ്ങൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഞങ്ങൾ ഫുൾ ഡാൻസ് തന്നെയായിരുന്നു. വീട്ടിലെത്തുമ്പോൾ നല്ല ടയേർഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വലിയ പ്രശ്നമല്ല. പിന്നെ ഇവരെ എല്ലാവരും നാളെ പോവുകയാണ്, നാളെ അവർക്ക് ട്രെയിനുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.